നമസ്കാരം. കുമരകം ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. ശ്രീനാരായണ ഗുരു കുമരകത്ത് നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ മഹാസമാധി കഴിഞ്ഞ 96 വർഷങ്ങളായി ആചാരപൂർവ്വം നടത്തിവരുന്നു. കുമരകത്തെ ശ്രീനാരായണീയർ ക്ഷേത്രത്തിൽ ശാന്തിയാത്രയും അനുബന്ധമായി അന്നദാനവും നടത്തുന്നു. 97ാമത് മഹാസമാധി ദിനമായ നാളെ 96 വർഷങ്ങളായി തനതു രുചിയിൽ കഞ്ഞിയും പുഴുക്കും നൽകി വരുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തരും കുത്തരിക്കഞ്ഞിയും പുഴുക്കും ഉൾപ്പെടുന്ന വിശിഷ്ട അന്നദാനത്തിൽ പങ്കുചേരുന്നു. ക്ഷേത്രത്തിൽ അന്നദാനത്തിന്റെ ഒരുക്കങ്ങൾ തലേ ദിവസം തന്നെ ആരംഭിക്കുന്നു. രാത്രി 11:30 പാചകത്തിനായി അടുപ്പുകളിൽ തീ പകരുന്നു. അന്നദാനത്തിൽ പ്രധാനി പുഴുക്ക് തന്നെയാണ്. കപ്പയും ചേനയും പച്ചക്കായും പയറും തേങ്ങയും ചേർത്ത പുഴുക്കാണ് പ്രധാന വിഭവം. മറ്റൊരിടത്തു നിന്നും ലഭിക്കാത്ത സ്വാദിഷ്ടമായ രുചിയാണ് ഈ മഹാസമാധി ദിനത്തിലെ അന്നദാനത്തിനെ വിശിഷ്ടമാക്കുന്നതും. നിരവധി ചെമ്പുകളിലായി വിറകടുപ്പിലാണ് അന്നദാനം ഒരുക്കുന്നത്. വൈകിട്ട് 3 മണിയോടെ ശാന്തിയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നതോടെ നിരവധി കൗണ്ടറുകളിലായി അന്നദാനം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. പണ്ടുകാലത്തൊക്കെ മൺചട്ടിയിലായിരുന്നു കഞ്ഞിയും പുഴുക്കും നൽകിയിരുന്നത്. എന്നാൽ ഇന്നത് സ്റ്റീൽ പ്ലേറ്റുകളിലേക്ക് മാറി. ശാന്തിയാത്രയും അന്നദാനവും കഴിയുന്നതോടെ മഹാസമാധി ദിനാചരണം സമാപിക്കുന്നു. ഗുരു പണ്ട് കുമരകത്തെ ജനതയോട് പറഞ്ഞിരുന്നു, ഈ നാടും ഇവിടുത്തെ ജനങ്ങളും എപ്പോഴും അഭിവൃദ്ധിയോടെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുമെന്ന്. ശരിയാണ്. ഇന്ന് കുമരകം ലോകമറിയപ്പെടുന്ന നാടാണ്. ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഗുരുവിൻ്റെ ആശയങ്ങൾ നെഞ്ചിലേറ്റി സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്നു. ഈ അനുഗ്രഹത്തിൻ്റെ കിരീടമാണ് ഇന്നത്തെ സമ്പന്നവും സമാധാനപൂർവവുമായ ഈ സമൂഹം.